നമസ്കാരം പ്രിയപ്പെട്ടവരെ. ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും ശക്തവും ഏറ്റവും ഗൗരവമുള്ളതുമായ ഒരു നക്ഷത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ടവരെ, ഈ നക്ഷത്രത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ജീവിതത്തിൻ്റെ വേരുകളെ ഇളക്കി മറിക്കുന്ന അനുഭവങ്ങൾ നൽകുന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രം. സാമ്പത്തിക കാര്യങ്ങൾ, വിദ്യാഭ്യാസം, വിവാഹം, കുടുംബം ഇവയൊക്കെ ചേർന്ന് 2026 സമ്പൂർണമായ ഫലമാണ് ഈ നക്ഷത്രത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ വിവാഹത്തിന് യോഗ്യമായ നക്ഷത്രങ്ങൾ, പ്രധാനമായും 2026 ത്രൈമാസ ഫലങ്ങൾ എല്ലാം വളരെ വ്യക്തമായി ലളിതമായ ഭാഷയിൽ കൃത്യതയോടെയാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, മൂലം നക്ഷത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്ത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നെഴുതിയാൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ ഗുരുപൂജയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യാമെന്ന് വിനയപുരസരം പറയുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൂല നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവാണ്. അതുകൊണ്ട് തന്നെ മൂല നക്ഷത്രക്കാർക്ക് എപ്പോഴും ആഴമുള്ള ചിന്തയുള്ളവരായിരിക്കും. സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇവരുടെ ജീവിതപ്രദമാണ്. ആത്മീയമായ പ്രവണത ഇവർക്ക് കൂടുതലായിരിക്കും. ജീവിതത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെ ഈ മൂല നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സ്വഭാവ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവർ എന്തും തുറന്നു പറയുന്ന സ്വഭാവക്കാരാണ്. അനീതിയോട് പൊരുതുന്ന മനസ്സാണ് ഇവർക്ക്. എപ്പോഴും ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഇവർക്കുണ്ടാകാറുണ്ട്. എന്തിന് ജീവിക്കുന്നുവെന്ന് സ്വയം ചോദിക്കുന്ന ഒരു മനസ്സാണ് ഇവരുടേത്. ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടെന്ന് തോന്നും, പക്ഷേ ഒടുവിൽ അതെല്ലാം പുതിയൊരു വഴിയിലേക്ക് ഇവരെ നയിക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ മൂല നക്ഷത്രക്കാർക്ക് എപ്പോഴും പണം വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ പണം നിലനിൽക്കാൻ ഇവർക്ക് വളരെയേറെ സമയമെടുക്കേണ്ടതായിട്ട് വരുന്നു. പെട്ടെന്നുള്ള വരവും പെട്ടെന്നുള്ള ചിലവും ഒരുപക്ഷെ ഇവർക്ക് ഒരുപാട് കടബാധ്യതകൾ അനുഭവപ്പെടുന്നതായിട്ട് തോന്നിയേക്കാം. 35 വയസ്സിന് ശേഷം സാമ്പത്തിക സ്ഥിരത വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഉപദേശമായി പറയാനുള്ളത്, പെട്ടെന്ന് ലാഭം തരാമെന്ന വാഗ്ദാനവുമായി ആരെങ്കിലും വന്നാൽ ഒരിക്കലും വിശ്വസിക്കരുത്, അതിൽ ഇടപെടാനും നിൽക്കരുത്. വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇവർക്ക് പൊതുവായി നേട്ടം വരുന്നത് ഗവേഷണ കാര്യങ്ങൾ, ജ്യോതിഷം, വേദാന്തം, അതുപോലെ തന്നെ മെഡിസിൻ, സൈക്കോളജി, IT, ഡാറ്റ അനാലിസിസ്, ഇതിലൊക്കെ തന്നെ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും. പുസ്തകത്തിലൂടെ പഠിക്കുന്നതിനേക്കാൾ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ പഠിക്കുന്നവരാണ് മൂല നക്ഷത്രക്കാർ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിവാഹ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ മൂല നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം സാധാരണമായ ഒന്നല്ല. വിവാഹത്തിൽ താമസം വരും. ആദ്യ ബന്ധത്തിൽ നിരാശയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വിവാഹത്തിന് ശേഷം ഉത്തരവാദിത്ത ബോധം വർദ്ധിക്കുന്നവരായിരിക്കും മൂല നക്ഷത്രക്കാർ. വിവാഹം കഴിഞ്ഞാൽ ജീവിതം ശാന്തമാകുന്നതല്ല, പക്ഷേ ഒരു പക്വത ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് അകൽച്ച അനുഭവപ്പെടും. സ്വന്തം കുടുംബം രൂപപ്പെടുമ്പോൾ സ്ഥിരതയുണ്ടാകും. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദം വരാനുള്ള സാധ്യതയുണ്ട്. മൂല നക്ഷത്രക്കാരുടെ ദാമ്പത്യം സഹനവും സഹവാസവുമാണ് എന്ന് എടുത്തു പറയേണ്ടതാണ്. ഇതൊക്കെ തന്നെ വളരെ ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്നവരായിരിക്കും മൂല നക്ഷത്രക്കാർ എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ധാര ഇത്തരത്തിൽ കടന്നു പോകുന്നത് ഈശ്വരൻ്റെ പരീക്ഷണമാണെന്നുള്ള മനസ്സിലാക്കാൻ മൂല നക്ഷത്രക്കാർ ശ്രമിക്കണം, മനസ്സിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബന്ധുമിത്രാദികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ കുറച്ച് വിശ്വസ്ത സുഹൃത്തുക്കളുണ്ടാകും. പല ബന്ധങ്ങളും ഇടയിൽ വെച്ച് മുറിഞ്ഞു പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇവർക്കെപ്പോഴും സമൂഹത്തിൽ മാന്യത കിട്ടും, പക്ഷേ വൈകി മാത്രമായിരിക്കും അംഗീകാരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക. നീതി, സത്യവാദിത്വം, അഴിമതിയോട് അസഹിഷ്ണുത ഇവയൊക്കെ തന്നെ ഇവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നേതൃസ്ഥാനത്തേക്ക് എത്താൻ വളരെയേറെ സമയമെടുക്കുന്നതായിട്ടും കണ്ടുവരുന്നു. കുട്ടികളെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ചിന്തിച്ചാൽ മാതാപിതാക്കളോട് കുട്ടികൾക്ക് വളരെയേറെ കർമ്മബന്ധം ഉണ്ട്. കുട്ടികൾ ജീവിതത്തിൽ ഭാഗ്യം നൽകുന്നവരായിരിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. അവർക്ക്
വലിയ പുരോഗതി ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2026 മൂലനക്ഷത്രക്കാർക്ക് കർമ്മ പരിശോധനയുടെ വർഷമാണ്. പഴയ കടങ്ങൾ തീരേണ്ട വർഷം. തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആത്മീയമായ കാഴ്ചപ്പാടിലും രംഗത്തുമൊക്കെ തന്നെ വലിയ വളർച്ചയുണ്ടാകുമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 2026 ത്രൈമാസ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെ മൂലനക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ സമ്മർദ്ദമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യത്തിലൊക്കെ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ്. അതുപോലെ തന്നെ ഏപ്രിൽ മുതൽ ജൂൺ വരെ പരിശോധിക്കുകയാണെങ്കിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ജോലിയിൽ മാറ്റത്തിനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ ബന്ധങ്ങളിൽ വ്യക്തതയുണ്ടാകും. വിവാഹ കാര്യത്തിലേക്ക് തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവാഹം മുടങ്ങിയവർക്ക് വിവാഹം നടക്കാനോ തീരുമാനമെടുക്കാനുള്ള സാധ്യതയാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ മൂലനക്ഷത്രക്കാർക്കുള്ളത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മൂലനക്ഷത്രക്കാർക്ക് പലപ്പോഴും വിവാഹം താമസിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയം ഫലപ്രദമായി വിനിയോഗിക്കാൻ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും വീട്ടുകാരും അവരോട് തന്നെയും ഒന്ന് ശ്രമിക്കുന്നത് നന്നായിരിക്കും. 2026 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ രംഗത്തും മൂലനക്ഷത്രക്കാർക്ക് ആശ്വാസത്തിൻ്റെ സമയമാണ്. സാമ്പത്തികമായ സ്ഥിരതയുണ്ടാകും. തൊഴിൽപരമായ ഉയർച്ചയുണ്ടാകും. സമ്പത്ത് വീട്ടിലേക്ക് വന്നു ചേരുന്നൊരു സമയവുമാണ്. മൂലനക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് വിവാഹത്തിന് യോജിക്കുന്ന സ്ത്രീ നക്ഷത്രങ്ങൾ താഴെ പറയുന്നവയാണ്. ഉണർതം, തിരുവാതിര, ഉത്രാടം, രേവതി എന്നിവയാണത്. മൂലനക്ഷത്രക്കാർക്ക് യോജിക്കാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി, ഭരണി, മകം എന്നിവയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് മൂലനക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് യോജിക്കുന്ന പുരുഷന്മാരുടെ നക്ഷത്രങ്ങൾ ഇവയൊക്കെയാണ്. അനിഴം, ചിത്തിര, ഉത്രം എന്നിവയാണത്. മൂലനക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് വിവാഹത്തിന് യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തിക, പൂരം, പൂയം എന്നിവയാണ്. എങ്കിലും പൂർണ്ണ ജാതക പരിശോധന കൂടാതെ ഒരിക്കലും വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായി ചുരുക്കി പറയുകയാണ്, മൂലനക്ഷത്രം ദുരിതത്തിൻ്റെ നക്ഷത്രമല്ല, പരിവർത്തനത്തിൻ്റെ നക്ഷത്രമാണ്. ആദ്യം കഷ്ടമുണ്ടാകും, പിന്നീട് ബോധം വരും, ഒടുവിൽ ശക്തി വർദ്ധിക്കും. വേരുകൾ മുറിഞ്ഞാലും വീണ്ടും വളരുന്നവരാണ് മൂലനക്ഷത്രക്കാർ. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നന്ദി, നമസ്കാരം.